HRDS സ്ഥാപകനായ അജി കൃഷ്ണൻ കുടുങ്ങുമോ? HRDS അഥവാ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് അജി കൃഷ്ണൻ. ഇയാളിപ്പോൾ പോക്സോ കേസിൽ പെട്ടിരിക്കുകയാണ്. ഡൽഹി പോലീസ് ഇന്ന് ഇയാളെ ചോദ്യം ചെയ്തു. മാത്രമല്ല, ഇയാൾക്ക് ഇരപ്പെട്ട പെൺകുട്ടിയെ ഇന്ന് സാകേത് കോടതി വിളിച്ചു വരുത്തുകയും പെൺകുട്ടിയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പോലീസ് ഇന്ന് FIR ഇട്ടെങ്കിലും ആരെയും പ്രതി ചേർത്തിട്ടില്ല. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസിൻ്റെ നിലപാട്. ആരാണ് ഈ അജി കൃഷ്ണൻ? ഇയാൾ നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഒരാളാണ്. ഇയാളുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ വിവാദമാകാറുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള S കൃഷ്ണകുമാറിനെതിരെ ഇയാൾ പീഡന പരാതി ആരോപിച്ചിട്ടുണ്ട്. എന്തുമാത്രമല്ല, ആദിവാസികളുടെ ഭൂമി കയ്യേറിയ ഒരു ആരോപണവും ഇയാൾക്കെതിരെയുണ്ട്. ഇയാളുടെ പാലക്കാട്ടെ ഓഫീസിലാണ് വിവാദ നായികയായിട്ടുള്ള സ്വപ്ന സുരേഷ് ജോലി ചെയ്തത്. ഇത്തരത്തിൽ ഒരു ഷേഡി ക്യാരക്ടർ എന്ന നിലയിലാണ് ഇയാൾ പൊതുവെ മാധ്യമരംഗത്ത് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത്തരത്തിലാണ് വരുന്നത്. ഇനി ഈ കേസിന് ആസ്പദമായ സംഭവം എന്താണെന്ന് പരിശോധിക്കാം. HRDSലെ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്റെ മകളെയാണ് ഇയാൾ പീഡിപ്പിച്ചതെന്ന പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ ജീവനക്കാരൻ നൽകിയിരിക്കുന്ന മൊഴിപ്രകാരം ജോലിയുടെ ആവശ്യത്തിനായി തന്നെ കൊൽക്കത്തയിലേക്കും ത്രിപുരയിലേക്കും പറഞ്ഞു വിട്ടു. അതിനുശേഷം തൻ്റെ 11 വയസ്സുള്ള മകളുള്ള വീട്ടിൽ ഞാൻ മകളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അജി കൃഷ്ണൻ അവിടെ താമസമാക്കി. 2024 ഈ സംഭവം. പിന്നീട് അജി കൃഷ്ണൻ ഈ ജീവനക്കാരൻ്റെ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ജീവനക്കാരനെ ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഈ ആന്ധ്രാപ്രദേശിലേക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാകും. ഈ അജി കൃഷ്ണൻ എന്ന് പറയുന്ന അങ്കിൾ വീണ്ടും എന്നെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ പീഡന വിവരം ഈ ജീവനക്കാർ പരാതിയായി ഉന്നയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും FIRൽ ഇയാളുടെ പേര് പ്രതിപ്പട്ടികയിൽ അല്ലെങ്കിൽ ചേർത്തിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കാനും മതി. ഏതായാലും ഡൽഹിയിലെ സാകേത് കോടതി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം, ശശി തരൂരിന് സർവർക്കർ അവാർഡ് പ്രഖ്യാപിച്ചു എന്നാണ്. സർവർക്കർ അവാർഡ് പ്രഖ്യാപിച്ച വിവരം ശശി തരൂർ അറിഞ്ഞില്ല. ശശി തരൂർ അറിയാതെ ഇയാൾ കയറി സർവർക്കർ അവാർഡ് പ്രഖ്യാപിച്ചു. ശശി തരൂർ അത് നിഷേധിക്കുകയും ചെയ്തു. എനിക്കിങ്ങനെ ഒരു അവാർഡിനെ കുറിച്ച് അറിയില്ല, എനിക്കിങ്ങനെ ഒരു അവാർഡ് തരുമെന്ന് മുൻകൂട്ടി ആരെങ്കിലും അറിയിച്ചിരുന്നില്ല, എനിക്ക് ഈ അവാർഡ് വേണ്ടാതാനും എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ ഈ അവാർഡ് നിഷേധിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇയാളുടെ മേലുണ്ട്. അങ്ങനെ ഒരു ഷേഡി ക്യാരക്ടറായിട്ടുള്ള ഒരാളാണ് ഈ അജി കൃഷ്ണൻ. അയാൾ ഈ പെൺകുട്ടിയെ 11 വയസ്സുകാരിയുള്ള ഈ പെൺകുട്ടിയെ പിച്ചി ചീന്തി എന്നാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്നത്. അതിക്രൂരമായി ആ പെൺകുട്ടിയെ ലൈംഗികമായി കടന്നാക്രമിച്ചിരിക്കുകയാണ് ഈ മാന്യതയുടെ മുഖം മൂടിയിട്ടിട്ടുള്ള ഈ അജി കൃഷ്ണൻ. അജി കൃഷ്ണൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ ദുരൂഹതകളാണ് തുടരുന്നത്. ഇയാളൊരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ HRDS പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആളാണ് എന്ന നിലയിലൊക്കെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ വലിയ തോതിൽ സാമൂഹ്യ പ്രവർത്തകനാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഇയാളെക്കുറിച്ച് തീർച്ചയായും ഈ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അത് ഈ നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ മാത്രമല്ല, നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ കൂടി ആവശ്യമാണ്, നമ്മുടെ പെൺമക്കളുടെ കൂടി ആവശ്യമാണ്. ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്ന ലേബലിൽ നടക്കുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അജി കൃഷ്ണനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും FIRൽ പേര് വരട്ടെ. ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ തീർച്ചയായും പുറത്തുവിടുന്നതായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.